الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബു തൗഹീദിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. ആരെങ്കിലും തൗഹീദ് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നതിനെ വിശദീകരിക്കുന്ന അധ്യായമാണ്. അവിടെ നമ്മൾ അവസാനമായി സൂചിപ്പിച്ചു വെച്ചത്, ഓരോ പ്രവാചകന്മാർക്കും അനുയായികൾ ഉണ്ടാകും. ചില ആളുകൾക്ക് ഒരു അനുയായിയും ഉണ്ടാവുകയില്ല, വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. അപ്പൊ പ്രബോധനത്തിന്റെ വിജയമെന്നത് എത്ര ആളുകൾ സ്വീകരിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ നമ്മുടെ നിർബന്ധ ബാധ്യത അത് നിറവേറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളിടത്താണ് വിജയം നിലകൊള്ളുന്നത്. എന്നിട്ട് ഹദീസിൽ പറയാണ്, ഇദ് റുഫിഅ ലി സവാദുൻ അളീമുൻ ഫളനൻതു അന്നഹും ഉമ്മതി ഫഖീല ലി ഹാദാ മൂസാ വഖൗമുഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വലിയ വിഭാഗം, ഒരു വലിയ കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുക. അത് കണ്ടപ്പോൾ നബി വിചാരിച്ചു, ഇത് എന്റെ ഉമ്മത്താണ് എന്ന് നബി വിചാരിച്ചു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇത് മൂസാ നബിയുടെയും മൂസാ നബിയുടെയും ആളുകളാണ്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അനുയായികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് തന്റെ ഉമ്മത്താണ് എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്താണ് നബിയുടെ ഉമ്മത്തിന്റെ അടയാളം? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ചില പ്രത്യേക അടയാളം ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകും ഇത് എന്റെ ഉമ്മത്താണെന്നുള്ളത്. എന്താണ് ആ അടയാളം? വുളു എടുത്തതിന്റെ അടയാളം ഉണ്ടാകുന്ന വുളു എടുത്ത ഭാഗങ്ങളൊക്കെ പ്രകാശിക്കുന്നുണ്ടാകും. അപ്പൊ ഈ ഹദീസ് പ്രകാരം ഒരാൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എന്റെ ഉമ്മത്താണ് എന്ന് വിചാരിച്ചു? നബിയുടെ ഉമ്മത്തിന് കൃത്യമായ അടയാളങ്ങൾ വെളിപ്പെടുമല്ലോ, എന്നിട്ടും നബി എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കാൻ ഇടയായി എന്ന് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം, നബി ദൂരെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു വിഭാഗത്തെ കാണുന്നത്. അടുത്ത് നിന്നാണെങ്കിൽ നബിക്ക് കൃത്യമായി മനസ്സിലാകും ഇതാരെ ഉമ്മത്തല്ല എന്ന്, എന്റെ ഉമ്മത്തല്ല എന്ന് മനസ്സിലാകും. ദൂരെ നിന്ന് കണ്ടതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്താണ് എന്ന് പ്രതീക്ഷിച്ചത് എന്ന്. അങ്ങനെ മൂസാ നബിയുടെ ഖൗമിനെ കാണിക്കപ്പെടുന്നു. ശേഷം ഫനളർതു ഫഇദാ സവാദുൻ അളീമുൻ ഫഖീല ലി ഹാദിഹി ഉമ്മതുക്. ശേഷം ഒരു വലിയ ജനവിഭാഗത്തെ കാണിക്കപ്പെടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇത് നിന്റെ ഉമ്മത്താണ് പ്രവാചകരെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മത്തായിരിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ. അത് രണ്ട് നിലക്ക് നബിയുടെ ഉമ്മത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ. ഒന്ന്, എണ്ണത്തിൽ കൂടുതൽ നബിയുടെ ഉമ്മത്താണ്. രണ്ടാമത്തേത്, ക്വാളിറ്റിയിലും നബിയുടെ ഉമ്മത്താണ് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കാന്ന്. അതാണ് തൗഹീദിനെ കുറിച്ച് പറയുന്നിടത്ത്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരായ മുഅ്മിനീങ്ങളുണ്ട്. ഹിസാബൊന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, തൗഹീദ് പൂർണ്ണമായ നിലക്ക് പൂർത്തിയാക്കിയ മുഅ്മിനീങ്ങൾ. അപ്പൊ മുഅ്മിനീങ്ങളിൽ തന്നെ പല കാറ്റഗറികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, വണ്ണത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്നുള്ളതാണ്. എല്ലാ നിലക്കും നബിയുടെ ഉമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. എന്നിട്ട് ഹദീസിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുക. ഇവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു ജനവിഭാഗത്തെ കാണുന്നു. എന്നിട്ട് പറയാണ്, വമഅഹും 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. അവരുടെ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. അവർ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും.
വിചാരണ ഉണ്ടാകൂല, ശിക്ഷയും ഉണ്ടാവുകയില്ല. ഇതൊന്നുമില്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പൊ ഈ എണ്ണം എന്ന് പറയുന്നത് ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്ന എണ്ണം തന്നെയാണ്. അത്ര ആളുകളെ എന്ത് ചെയ്യുള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുള്ളൂ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണം എന്നത് വളരെ വേദനിപ്പിക്കുന്ന എണ്ണമാണ്. കാരണം 70,000 എന്ന് പറയുമ്പോൾ സ്വഹാബാക്കൾ തന്നെ ഒരുപാട് സ്വഹാബാക്കളുണ്ട്, അതിനുശേഷം വരുന്ന താബിഈങ്ങളും ഒരുപാടുണ്ട്. അവരൊക്കെ എന്തായാലും ഈ പറയുന്ന തൗഹീദ് എന്ത് ചെയ്തിട്ടുണ്ടാകും, സാക്ഷാത്കരിച്ചിട്ടുണ്ടാകും. അവിടെയാണ് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഹദീസിന്റെ മറ്റു ചില ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 70,000-ത്തെക്കാളും കൂടുതലുണ്ട് എന്നതിനെ വിശദീകരിക്കുന്ന ചില ഹദീസുകളുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് വസഫഹും ബിഅന്നഹും 70,000 വമഅ കുല്ലി അൽഫിൻ 70,000. 70,000 എന്ന് പറഞ്ഞു. അതിൽ ഓരോ ആയിരത്തിലും 70,000 ആളുകളുണ്ട്. 70,000 എന്ന് മൊത്തത്തിൽ പറഞ്ഞു. എന്നിട്ട് അടുത്തൊരു ഹദീസിൽ കൊടുക്കുന്നത് ഓരോ ആയിരത്തിലും 70,000 ആളുകളുണ്ട്. അപ്പൊ ഏകദേശം ഒരു 5 മില്യൺ ആളുകൾ എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അത്തരം ഹദീസുകൾ നമുക്കേറെ സന്തോഷം നൽകുന്നതാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നമ്മളും ഉൾപ്പെടും എന്ന പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 70,000 ആളുകളുണ്ട്, അവർ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ട് റസൂൽ അവിടുന്ന് ആ സദസ്സ് എഴുന്നേറ്റ് പോയി. റസൂൽ എന്ത് പറഞ്ഞിട്ടില്ല, ഈ 70,000-ന് അർഹരാകുന്ന ആളുകൾ ആര് എന്ന് പറഞ്ഞിട്ടില്ല. സ്വഹാബക്കളൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. റസൂൽ പറഞ്ഞു ഇത്ര ആളുകളുണ്ട്, അത്ര ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞിട്ട് റസൂൽ പോയി. സ്വഹാബാക്കളൊക്കെ പരിഭ്രാന്തരായി അവിടെ കൂടി ചർച്ച ചെയ്യാൻ ആരായിരിക്കും ഈ 70,000 ആളുകൾ എന്ന വിഷയത്തിൽ. അങ്ങനെ ചർച്ചകൾ പരസ്പരം നടക്കുക. അപ്പൊ ഇവിടെയാണ് സ്വഹാബത്തിന്റെ അറിവിനോടുള്ള, ആഖിറത്തിനോടുള്ള താല്പര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ 70,000 ആര് എന്നെന്ത് ചെയ്യണം, തിരിച്ചറിയണം എന്നുള്ളതാണ്. രാത്രിയാണ് ഈ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നത്. രാത്രി പൊരിഞ്ഞ ചർച്ചയാണ് ആരായിരിക്കും ആ 70,000-ൽ പെടുക എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഉമ്മത്ത് നേരെ തിരിച്ചാണ്. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ നീണ്ട സംസാരമായിരിക്കും അതിനെക്കുറിച്ച്. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും മോശം കേട്ട് കഴിഞ്ഞാൽ ഞാനും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളും ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതല്ലെങ്കിൽ രാത്രി ഇരുട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, കളികളും മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതേ സമയത്ത് ദീനീപരമായ വിജ്ഞാനങ്ങൾ, ദീന് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ പറ്റ കുറഞ്ഞു വരികയാണ്. അങ്ങേയറ്റം കുറഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ. ഖുർആൻ പഠിക്കുന്ന എത്ര ആളുകളുണ്ട്, ഖുർആനിന്റെ വിശദീകരണം പഠിക്കുന്ന എത്ര ആളുകളുണ്ട്. അതൊക്കെ കൃത്യമായി പഠിച്ച് ഒരാവർത്തിയെങ്കിലും എനിക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ വിശദീകരണം മനസ്സിലാക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ വളരെ തുച്ഛാണ്. അതായത് ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഒരാവർത്തിയെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ സാധിക്കുന്നില്ല, അതിന്റെ അർത്ഥവും ആശയത്തിലൂടെയും കടന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൽഹാകുമുത് തകാസുർ. നിങ്ങൾ പരസ്പരം പെരുമ നടിച്ച് പല കാര്യങ്ങളും നിങ്ങളെ വഞ്ചിതരാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഉമ്മത്തിന്റെ എല്ലാ ഉയർച്ചയും ദീനിലൂടെയാണ്. ആ ദീനിനാണ് നമ്മൾ എല്ലാ സമയവും ചെലവഴിക്കേണ്ടത്. അതേ സന്ദർഭത്തിൽ നമ്മൾ ദീനിനെ മാറ്റി നിർത്തി ദുനിയാവിന് പ്രാമുഖ്യം നൽകി കഴിഞ്ഞാൽ ഉമ്മത്ത് തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോൾ മറ്റുള്ള ആളുകളെല്ലാം മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളെ കുറിച്ച് കുറ്റം പറയും, മുസ്ലിമീങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തും, ഒക്കെ ഉണ്ടാകും. എന്താണ് ഇതിന്റെ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഒരു പദമാണ് മുസ്ലിമീങ്ങൾ ചണ്ടികളായി മാറുന്ന, ക്വാളിറ്റി ഇല്ലാത്ത മുസ്ലിമീങ്ങളായി മാറും. ക്വാളിറ്റി ഉണ്ടാകൂല, ക്വാണ്ടിറ്റി ഒരുപാടുണ്ടാകും, ക്വാളിറ്റി വളരെ തുച്ഛമായിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ അവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാകും. പഴയകാല സലഫികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നും വളരെ ആദരവോടുകൂടി കാണുന്ന ആളുകളാണ്. നമ്മുടെ പല ആളുകളുടെയും ജീവിതം മാറാനുള്ള കാരണം ചില ആളുകളുടെ ജീവിത ശൈലി കണ്ടിട്ടാണ്.
എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ അവരുടെ ഇന്ന് നമ്മൾ പലപ്പോഴും ചില ആളുകളുടെ ജീവിതം കണ്ടാൽ എന്ത് ചെയ്യൂല, ഈ പറയുന്ന സലഫിയത്ത് നമ്മൾ സ്വീകരിക്കുക പോലും ചെയ്യുകയില്ല. ആ അവസ്ഥയിലാണ് പല ആളുകളുടെയും ജീവിതം. അപ്പൊ അതുകൊണ്ട് ആ ഹദീസിൽ അവസാനം പറയുന്നത് ദുനിയാവിനോടുള്ള സ്നേഹം, ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹവും മരിക്കാനുള്ള പേടിയും, ഇവ രണ്ടെണ്ണമാണ് മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിപ്പിച്ചു കളയാൻ. മുസ്ലിമീങ്ങൾ തീരെ ഇസ്സത്ത് നഷ്ടപ്പെട്ടവരായി മാറുന്ന അവസ്ഥ ഉണ്ടാകും ദുനിയാവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ. അവിടെയാണ് സ്വഹാബാക്കൾ എന്ത് ചെയ്യാണ്, രാത്രി ഇങ്ങനെ ചർച്ച ചെയ്യണം, ആരായിരിക്കും ആ വിഭാഗം ആളുകൾ എന്ന് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു. അതിൽ ഒന്നാമത്തെ അഭിപ്രായം ഫലഅല്ലഹുമുല്ലദീന സ്വഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിന്റെ സ്വഹാബാക്കളാകാനാണ് സാധ്യത. കാരണം റസൂലിന്റെ കൂടെ ജീവിക്കുന്നു, റസൂലിനെ സഹായിക്കുന്നു. അവിശ്വാസികൾ റസൂലിനെ നിഷേധിച്ച സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ റസൂലിൽ വിശ്വസിക്കുകയും റസൂലിനെ സഹായിക്കുകയും റസൂലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത ഏറ്റവും റസൂലിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാകുക എന്ന് സഹാബാക്കൾ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞു ലഅല്ലഹും അബ്നാഉന അല്ലദീന ഉലിദു ഫിൽ ഇസ്ലാം, മുസ്ലിമായി ജനിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അത് മുസ്ലിമായി ജനിക്കണം, എന്ത് ചെയ്യരുത്, അവിശ്വാസം വന്നു ചേരുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആദ്യം അവിശ്വാസിയായി ജനിക്കുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നു, അങ്ങനെയല്ല, ഇസ്ലാമിലൂടെ തന്നെ ജനിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആളുകളായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചില സഹാബാക്കൾ അഭിപ്രായപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഫഅഖ്ബറൂഹു, റസൂൽ അറിയിച്ചു കൊടുത്തു. 4 ഗുണഗണങ്ങൾ, 4 സിഫാത്തുകൾ, 4 വിശേഷണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അവൻ ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അതിൽ ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്ന്. രണ്ടാമത്തേത് വലാ യക്തവൂൻ, തീ കൊണ്ടുള്ള ചികിത്സ അവർ ചെയ്യുകയില്ല. വലാ യതതയ്യറൂൻ, ശകുനം നോക്കുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. ഈ 4 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതിൽ ഒന്നാമതായി പറഞ്ഞത് ലാ യസ്തർഖൂൻ. ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞാൽ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്ന്. അപ്പൊ റുഖിയ എന്ന് പറയുമ്പോൾ നമുക്ക് 4ആയി തരംതിരിക്കാൻ പറ്റും. 4 അവസ്ഥകളാണ് റുഖിയക്കുള്ളത്. ഒന്നാമത്തേത് സ്വന്തം തന്നെ റുഖിയ ചെയ്യുക, സ്വന്തം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നിട്ട് മന്ത്രിക്കുന്നു. അതല്ലെങ്കിലോ അൻയർഖിയൽ ഇൻസാനു ഗൈറഹു, നമ്മൾ മറ്റൊരാൾക്ക് റുഖിയ ചെയ്തു കൊടുക്കുക. മൂന്നാമത്തേത് അൻയസ്തർഖിയൽ ഇൻസാനു ലിഗൈരിഹി, മറ്റൊരാൾക്ക് വേണ്ടി റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇപ്പൊ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട്, നമ്മൾ വേറൊരാളോട് പറയുന്നു നീ എന്ത് ചെയ്യണം, ഈ പറയുന്ന ആൾക്ക് റുഖിയ ചെയ്തു കൊടുക്കണം എന്ന് പറയാം. നാലാമത്തേത് അൻയസ്തർഖിയൽ ഇൻസാനു ലിനഫ്സിഹി, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരാളോട് റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പൊ ഈ 4 അവസ്ഥകൾ, ഒന്ന് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി റുഖിയ ചെയ്യുക, മറ്റൊന്ന് നമ്മൾ വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, മൂന്നാമത്തേത് വേറൊരാൾക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നു, നാലാമത്തേത് നമുക്ക് വേണ്ടി തന്നെ റുഖിയ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. ഇവിടെ റുഖിയ എന്താണ്? റുഖിയന്റെ അനുവദിക്കപ്പെട്ട വശങ്ങൾ ഏതാണ്, വിരോധിക്കപ്പെട്ട വശങ്ങൾ ഏതാണെന്നുള്ളതൊക്കെ വിശദമായി ഇൻഷാ അല്ലാഹ് വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ സൂചിപ്പിക്കും. വളരെ ചുരുക്കത്തിൽ പറയാണ്, റുഖിയ 2 രൂപത്തിലാണ്. ഒന്ന് ദീൻ അനുവദിച്ചതും മറ്റൊന്ന് ദീൻ വിലക്കിയതും. ദീൻ അനുവദിച്ചതിന് അർറുഖിയത്തുൽ മശ്റൂഅ, ദീന് അനുവദിച്ച റുഖിയ എന്നും ദീൻ അനുവദിക്കാത്തതിന് അർറുഖിയത്തുൽ മംനൂഅ, ദീന് വിരോധിച്ച റുഖിയ എന്നും പറയുന്നു. അതിൽ ദീന് വിരോധിച്ച റുഖിയ ഏതാണ്? ഷിർക്കുൻ അക്ബർ കടന്നു വരുന്ന രൂപത്തിൽ ജിന്നുകളോട് സഹായം തേടുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളോട്, മരിച്ചുപോയ മൺമറഞ്ഞ ആളോട് സഹായം തേടുക, ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ സഹായം തേടിക്കൊണ്ട് ചെയ്യുന്ന റുഖിയകൾ ചിലപ്പോ ഷിർക്കുൻ അക്ബർ ആകും, ചിലപ്പോ ഷിർക്കുൻ അസ്ഗർ ആയ റുഖിയകൾ ഉണ്ടാകും. അപ്പോ ഇതാണ് വിരോധിക്കപ്പെട്ട റുഖിയ എന്ന് പറയുന്നത്.
മന്ത്രിക്കുന്ന സമയത്ത് ഒരാൾ മന്ത്രിക്കുന്നത് ഖുർആൻ കൊണ്ടല്ല, വേറെ പലതും കൊണ്ടാണ് മന്ത്രിക്കുന്നത്. പാടില്ല. അപ്പോ ദീന് അനുവദിക്കാത്ത രൂപത്തിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വലിയ ഷിർക്കിൽ അകപ്പെടും, അതല്ല എങ്കിൽ ചെറിയ ഷിർക്കിൽ അകപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ചും ചില ആളുകളൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് ഖുർആൻ കൊണ്ടുമല്ല ഹദീസ് കൊണ്ടുമല്ല പല പേരുകളും എന്ത് ചെയ്യും, വായിക്കും. ഈ പേരുകളാണെങ്കിൽ ആരുടെയൊക്കെയോ പേരുകളായിരിക്കും, അറബി പോലും ആയിരിക്കൂല, എന്താണ് എന്ന് തിരിയാത്ത ഭാഷയിലുള്ളതായിരിക്കും. പലപ്പോഴും അത്തരം റുഖിയകളിൽ അടങ്ങിയിട്ടുണ്ടാവുക ജിന്നുകളോടുള്ള സഹായങ്ങളാണ്. അപ്പൊ എവിടേക്കെത്തും? നേരെ ഷിർക്കുൻ അക്ബറിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അത്തരം റുഖിയകൾ ദീന് വിരോധിച്ചിട്ടുണ്ട്, പാടില്ല. അത്തരം റുഖിയകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദീൻ അനുവദിച്ച റുഖിയ ഏതാ? ദീൻ അനുവദിച്ച മന്ത്രിക്കൽ എന്ന് പറയുന്നത് ഏതാ? അത് ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് മന്ത്രിക്കലാണ്. ഒരാൾ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യുന്നു, സൂറത്തുൻ നാസ് പാരായണം ചെയ്യുന്നു. ഇതൊക്കെ പാരായണം ചെയ്ത് സ്വന്തത്തിന് തന്നെ റുഖിയ ചെയ്യുക, ഇത് അനുവദിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ നബി പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് റുഖിയ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ അനുവദിക്കപ്പെട്ട മേഖലകളാണ്. അപ്പൊ അതുകൊണ്ട് റുഖിയ അനുവദിക്കപ്പെടുന്നു. റുഖിയ അനുവദിക്കപ്പെട്ട മേഖലകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതായി സ്വന്തത്തിന് വേണ്ടി റുഖിയ ചെയ്യുക എന്നത് ദീൻ അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു രോഗിനെ കാണുന്നു, രോഗിനെ കാണുമ്പോൾ സലാം പറഞ്ഞു ഓനെ സമാധാനിപ്പിച്ചിട്ട് ഓനക്ക് നമ്മൾ ഈ പറയുന്ന സൂറത്തുകളൊക്കെ പാരായണം ചെയ്തു കൊടുക്കാം. അത് അത്രയും പെട്ടെന്ന് നിന്റെ രോഗം ഷിഫയാക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ രണ്ടും അനുവദിക്കപ്പെട്ടതാണ്. ഈ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയിട്ടുണ്ട്. അവിടെയാണ് പ്രത്യേകം നബി എടുത്തു പറഞ്ഞത് മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ. ഒരാൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാൻ, ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓതിക്കൊടുത്ത് ആ സഹോദരനെ സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ്. നിങ്ങൾ ആ സഹോദരനെ സഹായിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതാണ് പരസ്പര സഹായങ്ങൾ എന്നുള്ളത്. ഒരാൾ തകർന്നടിയുന്നത് കാണുമ്പോൾ, ഒരാൾ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ, ഒരാൾ ദുഃഖിതനായി ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു കൈത്താങ്ങായി മാറുക എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമാണ്. കാരണം നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിക്കുന്ന ആ സന്ദർഭത്തിലെല്ലാം നമ്മെ ആര് സഹായിച്ചു കൊണ്ടിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് റുഖിയന്റെ വിഷയത്തിൽ നമ്മൾ സ്വന്തത്തിനു വേണ്ടി തന്നെ റുഖിയ ചെയ്യുക എന്നുള്ളത് തവക്കുലിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കലാണ്. റുബൂബിയത്തിന്റെ തൗഹീദും ഉലൂഹിയത്തിന്റെ തൗഹീദും അസ്മാഉ വസ്സിഫാത്തിലുള്ള തൗഹീദുമെല്ലാം പൂർത്തിയാക്കലാണ്. എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മന്ത്രിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും ഉന്നതമായ ദറജയാണ്. മൂന്നാമത്തേത് ഒരാൾ അൻ യസ്തർഖിയൽ ഇൻസാനു ലിഗൈരിഹി, മറ്റൊരാൾക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടലാണ്. അതിന് ഉദാഹരണമാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റആ ഫീ ബൈതിഹാ ജാരിയതൻ ഫീ വജ്ഹിഹാ സഫഅ يعني يظهر في وجهها تغير في اللون يدل على علة بها فقال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയെ കാണുന്നു. മുഖത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്, മുഖത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. റസൂല് അത് കണ്ടിട്ട് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇസ്തർഖൂലഹ, അതുകൊണ്ട് ഈ കാണുന്ന സ്ത്രീക്ക് നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യണം? റുഖിയ ചെയ്യണം, ഓതിക്കൊടുക്കണം, ഖുർആൻ ഓതിക്കൊടുക്കണം. ഫഇന്ന ബിഹാ നദ്റ, ആ സ്ത്രീക്ക് കണ്ണേറ് തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓതിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു രോഗിയെ കാണുന്നു, നമ്മൾ എന്നിട്ട് വേറെ ആളോട് പറയാം നീ എന്ത് ചെയ്യണം? ഈ രോഗിക്ക് ഓതിക്കൊടുക്കണം എന്ന് പറയുന്നത്. ഇതും എന്തല്ല, ഇതും ഹദീസിൽ പറഞ്ഞ ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടുന്നവരല്ല. ആര്? ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെന്ത് ചെയ്യൂല? റുഖിയ ആവശ്യപ്പെടൂല എന്ന് പറയുമ്പോൾ അതിന്റെ ഗണത്തിൽ ഇത് ഉൾപ്പെടൂല എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് നമ്മൾ ഈ പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ മറ്റൊരാളോട് ആവശ്യപ്പെടുക, എനിക്കെന്ത് ചെയ്യണം? റുഖിയ ചെയ്തു തരണം എന്ന് മറ്റൊരാളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ 70,000 വൃത്തത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തു പോകും.
അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വേറൊരാളോട് പോയി എനിക്ക് റുഖ്യ ചെയ്യണം എന്ന് ചോദിക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ 70,000 വിഭാഗത്തിൽ നിന്ന് നമ്മൾ താഴെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രയാസം ബാധിച്ചാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഓതുക എന്നുള്ളതാണ്. ഇനി അതല്ല, വേറെ ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കാൻ ഓതി തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല, പ്രശ്നമില്ല. നമ്മൾ ആവശ്യപ്പെട്ട് ഓതി തന്നാൽ അത് ഈ 70,000 ഗണത്തിലാണ് ഉൾപ്പെടുക എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടുന്നവരല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടുന്നവരല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ശിർക്കിയായ റുഖിയ ചെയ്യുന്നവരല്ല എന്ന് ചില ആളുകൾ അതിന് വിശദീകരണം കൊടുത്തു. പക്ഷെ ആ വിശദീകരണം ശരിയല്ല. കാരണം ഷിർക്കിയായ റുഖിയ ആരും ചെയ്യാൻ പാടില്ല. ഷിർക്ക് വരുന്ന റുഖിയ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ തൗഹീദിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്ത്. അപ്പൊ 70,000 എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് തൗഹീദ് ഉൾക്കൊള്ളുക എന്ന് മാത്രമല്ല, തൗഹീദ് ഉൾക്കൊണ്ട് അതിന്റെയും ഉന്നതമായ സ്ഥാനം കൈക്കലാക്കലാണ്. അതിന്റെയും ഉന്നതമായ സ്ഥാനത്തിൽ വരുന്നതാണ്. സ്വന്തത്തിന് രോഗം ബാധിച്ചാൽ അവൻ തന്നെ റുഖ്യ ചെയ്യും, മറ്റൊരാളോട് പോലും ആവശ്യപ്പെടുകയില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ 4 കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റുഖിയന്റെ 4 വശങ്ങൾ. ഇനി ചോദ്യം ചോദിച്ചാലേ നിങ്ങൾ ഉണരുള്ളൂ. ഒന്ന്, സ്വന്തത്തിന് വേണ്ടി റുഖ്യ ചെയ്യാം. എന്താണ് അതിന്റെ വിധി? അനുവദനീയാണ്, പ്രശ്നമില്ല. അങ്ങനെ ചെയ്താൽ എന്താവൂല, 70,000 പുറത്തു പോകൂല. രണ്ടാമത്തേത്, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാം, അതും പ്രശ്നമില്ല, നമ്മൾ പുറത്തു പോകൂല. മൂന്നാമത്തേത്, വേറെ ആൾക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുക. അതിനാണ് ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞത്. നാലാമത്തേത്, അവസാനം പറഞ്ഞത്, നമുക്ക് ചെയ്യാൻ വേണ്ടി, അഹ്സൻത് ബറക്കല്ലാഹു ഫീക്കും, നമുക്ക് ചെയ്യാൻ വേണ്ടി വേറൊരാളോട് ആവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലാണ് ഈ 70,000 നിന്ന് നമ്മൾ പുറത്തു പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായ തവക്കുൽ ഉണ്ടാകണം. എനിക്ക് വേറൊരാളുടെയും ആവശ്യമില്ല, അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കും, റുഖ്യ ചെയ്യും, അല്ലാഹ് ചെയ്യും, എന്റെ രോഗം ശിഫയാക്കി തരുമെന്ന പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും നമ്മെ ബാധിക്കുകയില്ല. നമുക്ക് ഹിസാബ് ഇല്ലാതെ, വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മറ്റൊരാളോട് റുഖ്യ ആവശ്യപ്പെടേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ഒരാളോട് നമ്മൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തുണ്ട്, ഒരു നിന്ദ്യത ഉണ്ട്. എപ്പോഴും ചോദിക്കാന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും അത് നമ്മെ താഴേക്കുള്ള തട്ടിലേക്ക് എത്തിക്കും. ചോദിക്കാതെ ജീവിക്കുകയാണെങ്കിലോ നമുക്ക് ഇസ്സത്തിൽ, പ്രതാപത്തിൽ നടക്കാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മൾ ഒരാളോട് കുറച്ച് പണം കടം ചോദിക്കുന്നു, അത് നമ്മുടെ അടുത്ത് പരിചയമുള്ള ആളൊന്നല്ല, കുറച്ച് ദൂരമുള്ള ആളോടാണ് നമ്മൾ കടം ചോദിക്കുന്നത്. ആ കടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്കൊരു പ്രതാപത്തിൽ ഒരു കുറച്ചിലുണ്ട്. എന്ത് പറഞ്ഞാലും പ്രതാപത്തിൽ ഒരു കുറച്ചിലുണ്ട്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പൂർണ്ണമായ പ്രതാപം ഉണ്ടാകണം, ഇസ്സത്ത് ഉണ്ടാകണം. നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് മൂലം നമ്മൾ അദ്ദേഹത്തിന്റെ അടിമയായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മാറും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, അന്ന ത്വലബ റുഖ്യതി മിനൽ ഗൈരി ലാ യഖ്ലു ഗാലിബൻ മിൻ നൗഇ ഇൽതിഫാത്തിൻ ലിൽ ഖൽബി ലിഗൈരില്ലാഹ്. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് റുഖ്യ ചെയ്തു തന്നു, നമ്മുടെ രോഗം ശിഫയായി. ചെറിയൊരു കണക്ഷൻ നമുക്ക് ആരുമായിട്ടുണ്ടാകും, ഈ ചെയ്ത ആളുമായിട്ടുണ്ടാകുന്ന. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിച്ചു പോകും, നമുക്ക് നമ്മുടെ രോഗത്തിന് ശമനം തന്നത് ആരാണ്, ഇയാളാണ് എന്ന്. ചിലപ്പോൾ ചെറിയ നേരിയ രൂപത്തിലെങ്കിലുമുള്ള ഒരു വിശ്വാസം മനസ്സിലേക്ക് വന്നേക്കാം. അതുപോലും എന്ത് ചെയ്യണ്ട, വരണ്ട എന്ന നിലക്കാണ്.
മൂന്നാമത്തേത് അന്നൽ ഇസ്തിർഖാഅ ഫീഹി ഫിൽ ഗാലിബി സുആലുൻ ലിമഖ്ലൂഖിൻ ബിലാ ഹാജ. ദീന് ചോദിക്കുന്നത്, ആവശ്യത്തിന് ചോദിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരാളോട് നമുക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ല, നമുക്ക് തന്നെ ഓതാൻ പറ്റുന്ന വിഷയമുള്ളൂ. ചെറിയ ചെറിയ സൂറത്തുകളാണ്, ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? നമ്മൾ ബാക്കിയുള്ള ആളോട് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞ വിഷയമാണ്, ആരോടും ഒന്നും ചോദിക്കണ്ട. ഈ ചോദിക്കുന്നതൊക്കെ നമ്മെ അവരുടെ താഴെയുള്ള ദറജയിലേക്ക് എത്തിക്കും, നമ്മെ അവരെക്കാളും താഴെയുള്ളവരാക്കി മാറ്റും എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കരുത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടൊക്കെ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ആയിഷ, നീ എനിക്ക് ഇന്നത് എന്ത് ചെയ്യണം, ചെയ്തു തരണം, നീ എനിക്ക് ഇന്നത് ഈ സഹായം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളൊന്നും എന്താവൂല, ആ ചോദ്യങ്ങളൊന്നും ഒരിക്കലും ഒരു ദുല്ല്, ഒരു ഇകഴ്ത്തൽ നമ്മിലേക്ക് വലിച്ചിടുകയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതിലൂടെ താഴെയുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. ഒരു ഭാര്യയോട് ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അതിലൊരിക്കലും ഒരു ദുല്ലില്ല. ദുല്ലുള്ള രൂപത്തിൽ, നിന്ദ്യത നമുക്ക് വരുന്ന രൂപത്തിലുള്ള ആവശ്യപ്പെടലാണ് ഇവിടെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്. അതല്ലാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. വലിദാലിക ഇദാ ത്വലബൽ ഇൻസാനു മിൻ ഇബ്നിഹി, നമ്മൾ നമ്മുടെ മോനോട് പറയാം, നീ ഇന്നത് ചെയ്തു താടാ എന്ന് പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിന്ദ്യത ഉണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ ഭാര്യയോട് പറയുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരനോട് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദിക്കലിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് വലാ യദ്ഖുലു ഹാദാ ഫിന്നഹി അൻ സുആലിൽ ഇൻസാനി ഗൈറഹു. പക്ഷെ എവിടെയാണോ ദുല്ല് വരുന്നത്, അത്തരം ആവശ്യപ്പെടലാണ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അടുത്ത ആളുകളോട് നമുക്ക് ചോദിക്കുന്നതിൽ എന്തില്ല, യാതൊരു പ്രയാസവും നമുക്ക് തോന്നാറില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഉപ്പയോട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സഹോദരനോട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ അടുത്ത ആളുകളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്തല്ല, ഈ പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല. അല്ലാതെ പുറമേയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇകഴ്ത്തൽ ഉണ്ടാകുന്ന, നിന്ദ്യത വന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മക്രൂഹാണ്, അത് വെറുക്കപ്പെട്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത ചോദ്യങ്ങൾ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ചില ആളുകൾക്ക് ചില സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ലാകിൻ യുഷ്കിലു അലാ ഹാദാ തഖരീർ മാ സബത ഫി الصحيحين من حديث عائشة رضي الله عنها أنها قالت أمر رسول الله صلى الله عليه وسلم أن أسترقي من العين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് റുഖിയക്ക് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു റുഖിയക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. പക്ഷെ നബി എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് മറ്റേ ഹദീസും തമ്മിൽ എന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന, കോൺട്രഡിക്ഷൻ വരുന്ന അവസ്ഥ ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യം വളരെ വ്യക്തമാണ്. ഒന്നാമത്തേത്, ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇസ്തിർഖാ നടത്തി, നബി റുഖിയക്ക് ആവശ്യപ്പെട്ടു എന്നതിന്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശം. എന്തല്ല, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടതല്ല, മറിച്ച് കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചികിത്സ എന്താ? ആരാണോ അതിന് സാധ്യതയുള്ളത് അവരുപയോഗിച്ച വെള്ളം എന്ത് ചെയ്യും, എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ചികിത്സ. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റൂല, ആരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. എന്നാൽ നബിയുടെ അസ്ഹാബുകളുടെ കൂട്ടത്തിൽ ഈ സംഭവം നടന്നപ്പോൾ, നബിയുടെ 2 സഹാബാക്കളുണ്ട്, അതിലൊരു സഹാബി പോയി കുളിക്കുന്നു. ആ സഹാബിയുടെ ശരീരം കണ്ടപ്പം മറ്റൊരു സഹാബി പറയുന്നു, എത്ര മനോഹരമായ ശരീരമാണ്, എന്ത് ഭംഗിയാണ് ഈ ശരീരത്തിനെന്ന് പറയുന്നു. അദ്ദേഹം ഉടനെ ബോധം കെട്ട് വീഴുന്നു. മറ്റുള്ള സഹാബാക്കൾ പറയുന്നു, ഈ സഹാബിക്ക് കണ്ണീർ തട്ടാനുള്ള കാരണം ആ സഹാബിയുടെ സംസാരമാണ് എന്ന് പറയും. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു, റസൂലിന്റെ സന്നിധിയിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ, കാണിക്കാനുണ്ടോ എന്ന് പറയുമ്പോൾ ഈ സഹാബിയുടെ പേര് പറയും. എന്നിട്ട് സഹാബിയോട് ചോദിക്കും, അല്ലാ ബറക്ത ബാറക്കല്ലാഹു ഫീക എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന്
നബി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വ്യക്തം. എന്നിട്ട് അദ്ദേഹം കുളിച്ച വെള്ളം ചെയ്യും നേരെടുത്ത് ആ സഹാബിക്ക് ഒഴിച്ചു കൊടുക്കും. ആ സഹാബി ഉടനെ തന്നെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇവിടെ പറയുന്നത് കണ്ണേറിന്റെ വിഷയത്തിലാണ് എന്ത് ചെയ്തത്? റുഖിയക്ക് ആവശ്യപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് കണ്ണേറിന്റെ വിഷയത്തിലാണ് റുഖിയക്ക് ആവശ്യപ്പെട്ടത്. അപ്പൊ കണ്ണേറിന്റെ വിഷയത്തിലുള്ള റുഖിയക്ക് എന്തില്ല? ഇത് ബാധകല്ലാണ്. മറ്റു ചികിത്സകൾ മറ്റു രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഈ 70,000-ൽ നിന്ന് പുറത്തു പോകും. കണ്ണേറിൻ്റെതാണെങ്കിൽ എന്തില്ല? പുറത്തു പോവുകയില്ല എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്താക്കുന്നുണ്ട്. മൂന്നാമത്തേത് പറയുന്നത് ഇന്ന അംറഹു ലിആയിഷ അൻ തസ്തർഖിയ യഅനി ലിഗൈരിഹാ ലാ ലിനഫ്സിഹി വഹാദ അംറുൻ ജായിസുൻ കമാ ഖദ് അലിംന. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, നബി ആവശ്യപ്പെട്ടു എന്നുള്ളത്. അത് ആർക്ക് വേണ്ടിയല്ല? നബിക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം. അത് മറ്റാർക്കോ വേണ്ടിയിട്ടാണ്, നബിക്ക് വേണ്ടിയിട്ടല്ല നബി ആവശ്യപ്പെട്ടത് എന്നാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത് إن النبي إنما كان ذلك منه قبل أن يأتيه الوحي من الله عز وجل بفضل آهلاه 70,000. ഈ 70,000-ന്റെ ഹദീസ് വരുന്നതിന് മുമ്പാണ് നബി എന്ത് ചെയ്തത്? ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് നാലാമത്തെ വ്യാഖ്യാനം. അഞ്ചാമത്തെ വേറെ ഒരു വ്യാഖ്യാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അഞ്ചാമത്തെ വ്യാഖ്യാനമായി കൊടുക്കുന്നുണ്ട്. ഇന്നൽ ഇസ്തിർഖാഅ ഹാഹുന വ തലബുർ റുഖിയ ലാ തലബുർ റാഖി യഅനി കഅന്ന നബിയ അമറഹ ഫി ഹാലിൽ ഇസാബത്തി ബിൽ ഐനി അൻ തത്ലുബ ഇലാജ ദാലിക ബിർ റുഖിയ. നബി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നബി പറയാൻ, നീ റുഖിയ ചെയ്തോ എന്ന് പറഞ്ഞതാണ്. എന്തെല്ലാം? ഒരാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞതല്ല, നീ റുഖിയ ചെയ്തോ എന്ന് പറഞ്ഞതാണ്. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. ആറാമത്തെ വ്യാഖ്യാനം അതാണ് ഏറ്റവും അനുയോജ്യമായത്. അതായത് നമ്മൾ പറഞ്ഞു 70,000 ആളുകളിൽ ഉൾപ്പെടുകയില്ല എപ്പോൾ? റുഖിയക്ക് വേണ്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ. എന്നാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നമുക്ക് ഓതാൻ പറ്റണില്ല, നമ്മൾ അവശനായി കിടക്കാണ്, വളരെ ക്ഷീണത്തിലാണ്, ആരെങ്കിലും ഒരാൾ നമുക്ക് റുഖിയ ചെയ്ത് തന്നേ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല? പ്രശ്നമില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി റുഖിയക്ക് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട്? ആവശ്യപ്പെടാനുള്ള സന്ദർഭം അവിടെ ഉണ്ടായിരുന്നു, സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യവും സന്ദർഭവും നമുക്കും വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതല്ലാത്ത രൂപത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ 70,000-ന്റെ ഗണത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒന്നാമത്തേതായി പറഞ്ഞത്, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ. രണ്ടാമത്തേത് ഹദീസിൽ പറയുന്നത് വലാ യക്തബൂൻ, അവർ തീ കൊണ്ട് ചികിത്സിക്കുകയില്ല എന്ന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ തീ കൊണ്ട് ചികിത്സിച്ച ആളുകൾ? ചൂട് ചികിത്സ എന്നൊക്കെ പറയും. പണ്ട് കാലത്തൊക്കെ വ്യാപകമായി ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും മുറിവൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചോര നിൽക്കൂല, ചോര ഒഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും? തീ വെച്ചിട്ട് ആ ചോര നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോഴും അത്തരം ചികിത്സകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ഡോക്ടർമാരൊക്കെ ഈ ഹദീസ് കേട്ടതിന് ശേഷം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് തീ കൊണ്ടുള്ള ചികിത്സ ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതാണെന്നാ പറയുന്നത്. പെട്ടെന്ന് ശിഫയാകുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസിൽ പറയുന്നത് 70,000-ൽ ഉൾപ്പെടൂലെന്നാണ്. തീ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ 70,000-ൽ ഉൾപ്പെടുകയില്ല എന്ന് പറയുന്നത്. ഈ ഹദീസ് കേട്ടതിന് ശേഷം ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത്തരം ചികിത്സകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശം? തീ കൊണ്ട് തീരെ ചികിത്സിക്കാൻ പാടില്ല എന്നാണോ? അല്ല, ചികിത്സിക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ടോ? ഏതൊക്കെ അവസ്ഥയിൽ ചികിത്സിക്കാം? ഇതൊക്കെയാണ് ഈ ബാബിൽ നമ്മൾ, ഈ ഹദീസിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ഈ പറയുന്ന ഡോക്ടർമാർ ഇത്തരം ചികിത്സയിലേക്ക് നീങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഈ ചോര നിർത്താൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് അമിതമായി ചോര പോകുന്ന അവസ്ഥ ഉണ്ടാകും, അത് നിർത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് ശരീരത്തിൽ ചിലപ്പോൾ തണുപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, അപ്പൊ ആ തണുപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തെ ഒന്ന് കെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തീ കൊണ്ട് ചികിത്സിക്കും എന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭത്തിൽ ചില സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? തീ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ടുണ്ട്. ചില യുദ്ധത്തിലൊക്കെ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? തീ കൊണ്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭത്തിൽ വിലക്കിയിട്ടുണ്ട്, തീ കൊണ്ട് ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നബി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീ കൊണ്ട് ചികിത്സിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, പല രൂപത്തിലുള്ള ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ ഈ ഹദീസുകളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, തീ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. തീ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് അനുവദനീയമായ വിഷയം. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെറുത്തിരുന്നു. അപ്പൊ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീ കൊണ്ടുള്ള ചികിത്സ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തേത്, നബി വിലക്കിയിട്ടുണ്ട്, ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി ഹറാമാണ് എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട്. അത് രണ്ട് കാരണത്താലാണ് നബി തീ കൊണ്ടുള്ള ചികിത്സ ഹറാമാണ് എന്ന് പറയാനുള്ള കാരണം. അതിലൊന്നാമത്തേത്, ജാഹിലിയ കാലഘട്ടത്തിൽ രോഗം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, തീ കൊണ്ട് അവർ ചികിത്സിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യും, ഇത്തരം ചികിത്സ കാരണമാകുമെന്ന നിലക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യും, തീ കൊണ്ട് ചികിത്സിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരുന്നു എന്നാണ്. രണ്ടാമത്തേത്, അൻ യകൂന അലാ മാ യകൂനു അലൈഹി ഇഅ്തിഖാദു അഹ്ലിൽ ജാഹിലിയ്യതി ഫിൽ കയ്യി وأن الكي يحسم الداء بطبعه لا بإذن الله عز وجل. അവർ വിശ്വസിച്ചിരുന്നത് ഈ തീ കൊണ്ടുള്ള ചികിത്സ എന്നുള്ളത് ആ ചികിത്സ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ആരല്ല, അല്ലാഹുവല്ല. ഈ ചികിത്സക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അല്ലാഹുവിനെ മാറ്റി നിർത്തി ചികിത്സക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഈ രണ്ട് വിശ്വാസങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, ചികിത്സിക്കാൻ പാടില്ല, ചികിത്സ ഹറാമാണ്. അപ്പൊ രോഗം വരുന്നതിന് മുമ്പ് തന്നെ തീ കൊണ്ടുള്ള ചികിത്സ ഹറാമാണ്. മറ്റൊന്ന്, ജാഹിലിയത്തിൽ ആളുകൾ വിശ്വസിച്ചതുപോലെ തീ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് ആ ചികിത്സ തന്നെയാണ് ശമനം കൊടുക്കുന്നത്. ആരല്ല, അല്ലാഹു അല്ല എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ്. وأما مدحه صلى الله عليه وسلم بترك الاكتفاء فهذا في حال عدم الاضطرار كما سيأتي إن شاء الله. ചില സന്ദർഭത്തിൽ നബി നല്ലത് പറഞ്ഞിട്ടുണ്ട്, അതായത് തീ കൊണ്ടുള്ള ചികിത്സ ഒഴിവാക്കലാണ് നല്ലത് എന്നും ചില സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം നമ്മൾ പറഞ്ഞു, നബിക്കത് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് തീ കൊണ്ടുള്ള ചികിത്സ മക്രൂഹായത്, വെറുക്കപ്പെട്ടത്? അതിൽ ഒന്നാമത്തേത്, അന്നൽ കയ്യ ഫീ ഇലാമുൻ ലിന്നഫ്സ്. തീ കൊണ്ടുള്ള ചികിത്സയിൽ മനുഷ്യന്റെ ശരീരത്തിന് എന്തുണ്ട്, ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ഫീഹി ത്വറഫും മിനത്ത് തഅദീബി ബിന്നാർ. നരകം കൊണ്ട് ശിക്ഷിക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമത്തേത്, റുബ്ബമാ യഖഉ ഫിൻ നഫ്സി ശൈഉൻ മിൻ തിൽഖൽ അഖായിദി വൽ അബാതിൽ. ചില സന്ദർഭത്തിൽ ജാഹിലിയാക്കൾ വിശ്വസിച്ച അതേ വിശ്വാസം എന്ത് ചെയ്യും, അവന്റെ മനസ്സിലേക്കും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വെച്ചുകൊണ്ടാണ് കറാഹത്താണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തേത്, അന്നൽ ഇക്തിവാഹ ഖദ് യതറത്തബു അലൈഹി ശൈഉൻ ബഅദ ഹുസൂലിഹി. ചിലപ്പോൾ തീ കൊണ്ട് ചികിത്സിച്ച് ഭേദാവും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞു ഹറാമാണ്. അത് രണ്ട് രൂപത്തിൽ വരുന്നുണ്ട്, ആ രണ്ട് രൂപവും വിശദീകരിച്ചു. രണ്ടാമത്തേത് കറാഹത്താകുന്ന അവസ്ഥയാണ്. ആ കറാഹത്താകുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നമ്മൾ സൂചിപ്പിച്ചു. കറാഹത്താകുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് രോഗം ശിഫയാകുന്ന ഉറപ്പൊന്നും ഉണ്ടാവില്ല, ശിഫയായേക്കാം ആകാതിന്നേക്കാം എന്ന ഒരു ബൈ ചാൻസിൽ നിന്നുകൊണ്ട് തീ കൊണ്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് കറാഹത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. മൂന്നാമത്തെ അവസ്ഥ ജായിസ, അനുവദനീയമായ അവസ്ഥയാണ്. അത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ചികിത്സകളൊന്നുമില്ല, ആകെ നമുക്കുള്ള മുമ്പിലുള്ള ചികിത്സ ഏതാണ്, തീ കൊണ്ടുള്ള ചികിത്സയാണ്. അതാണ് നബി സഹാബാക്കൾ എന്ത് ചെയ്തത്, തീ കൊണ്ട് ചികിത്സിക്കാൻ പ്രേരിപ്പിച്ചത്. ചില യുദ്ധങ്ങളിലൊക്കെ സാരമായ പരിക്ക് ബാധിച്ച സഹാബാക്കൾ, അവരെ നബി എന്തിനു പ്രേരിപ്പിച്ചു, നിങ്ങൾ തീ കൊണ്ട് ചികിത്സിച്ചോ എന്ന് പറഞ്ഞു. ചില സഹാബാക്കളെ ഏർപ്പാടാക്കി, നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആളുകൾ തീ കൊണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ട് വരെയുണ്ട്. അതൊക്കെ അവർക്ക് വേറെ ചികിത്സയില്ലാത്ത ഒരവസ്ഥയിൽ ചെയ്തു വെച്ചതാണ്. അപ്പൊ ഇതാണ്
ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തീ കൊണ്ടുള്ള ചികിത്സ അത് അനുവദനീയമാണ്, അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേറെ ചികിത്സകളൊന്നുമില്ല, ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചികിത്സ സ്വീകരിക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഓപ്ഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ 70,000-ൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയാം. മൂന്നാമത്തെ വിശേഷണം, അപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞു ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടാത്ത ആളുകളാണ്. രണ്ടാമത്തേത് അവർ തീ കൊണ്ട് ചികിത്സിക്കാത്ത ആളുകളാണ്. മൂന്നാമത്തേത് വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കുകയില്ലാണ്. ശകുനം നോക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ പോയി, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ പറയും ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ചും കറുത്ത പൂച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പറയും ഇന്നത്തെ ദിവസം തന്നെ പോക്കാണ്. സാധാരണ തമാശയിൽ പറയലുണ്ട്, എന്തോ നിന്നെക്കാളും തിരക്കെന്തുണ്ട് ആ പൂച്ചക്കുള്ളത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് പോയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ കെയറേ ചെയ്യേണ്ടതാണ്. ശവ്വാൽ മാസത്തിന് ചില ആളുകൾ ദുശകുനമായി കാണാറുണ്ട്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ നബിയെ നിക്കാഹ് ചെയ്തത് ശവ്വാലിലാണ്, നബിയുടെ കൂടെ വീട് കൂടിയത് ശവ്വാലിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നാണ്. അള്ളാഹുൽ തവക്കുൽ ചെയ്ത് നമ്മൾ ആ കാര്യം ചെയ്യാന്നുള്ളതാണ്. ദുശകുനം എന്ന് പറയുന്ന ഒന്ന് നമുക്കില്ല എന്നാണ്. എത്ര വളരെ കൃത്യമായ വിശ്വാസം നമുക്കെന്തില്ല, നമ്മുടെ വിശ്വാസം കൃത്യമായി കഴിഞ്ഞാൽ ഒരു പേടിയില്ല. ഒന്നാലോചിച്ച് നോക്കൂ, ഒരാൾ വീട് പണിയുന്നു, വീട് പണിതിട്ട് എത്ര റൂമുകളാണ് ചില ആളുകൾ പൊളിച്ചു കളയുന്നത്. അവിടെ പറ്റൂല, ഇവിടെ പറ്റൂല, ഈ സൈഡ് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈഡും മുറിക്കുന്നു, എന്നിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ റൂം മുറിക്കുന്നു. ഇങ്ങനെ ഓരോന്നും പൊളിക്കാം, ഓരോ. അപ്പൊ പറഞ്ഞു വന്നത്, ദുശകുനം നോക്കാത്ത ആളുകളാണ് ഈ പറയുന്ന 70,000-ന്റെ ഗണത്തിൽ ഉൾപ്പെടുക. അപ്പൊ ദുശകുനം എന്ന് പറയുന്ന ഒന്നില്ല. നമുക്ക് ഉപകാരം അള്ളാഹുവിൽ നിന്നാണ്. ഏത് ഉപകാരമാകട്ടെ അത് അള്ളാഹുവിൽ നിന്നാണ്. ഏത് ഉപദ്രവവും നമുക്ക് തടഞ്ഞു കിട്ടുക, അത് നമ്മിൽ നിന്ന് ദൂരീകരിക്കുകയും ആര് തന്നെയാണ് ചെയ്യുന്നത്, അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഷർറ് വരുത്തും എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന് പുറമെ ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഇടപെടാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നെ ഉപദ്രവിക്കണം, നിനക്കൊരു ഷർറുണ്ടാക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷെ അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. ആ വിശ്വാസത്തിനെതിരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം വളരെ കൃത്യമാണ്. ദുശകുനം നോക്കേണ്ടതില്ല, നോക്കാൻ പാടില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഒരുപാട് ദുശകുനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്ന. എന്നിട്ട് അവസാനം പറയുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ പൂർണ്ണമായ തവക്കുലാണ് അവർക്കുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. ഒന്നാമത്തേത്, നമ്മൾ മറ്റാരോടും റുഖിയ ആവശ്യപ്പെടേണ്ടതില്ല. ഇനി അത്യാവശ്യമാണ്, നമുക്ക് ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റുഖിയ ആവശ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് ആവശ്യപ്പെട്ടത്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തേത്, തീ കൊണ്ടുള്ള ചികിത്സകൾ ഒഴിവാക്കണം. ഒരുപാട് ചികിത്സകളുണ്ട്, ആ ചികിത്സക്കിടയിൽ നമുക്ക് തീ കൊണ്ടുള്ള ചികിത്സ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി അത്യാവശ്യമെങ്കിൽ അത്തരം ചികിത്സകൾ സ്വീകരിക്കുകയും ചെയ്യാം. മൂന്നാമത്തേത്, ശകുനം നോക്കാത്ത ആളുകളാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്, രാത്രി ചർച്ച ചെയ്യുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ഉദ്ദേശിച്ച വിഭാഗം ഇതാണ്, അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്വഹാബാക്കളല്ല, ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ ജനിച്ച ആളുകളല്ല, ഇവരൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഈ 4 വിശേഷണങ്ങൾ ഉണ്ടാകണം. ആ സമയത്ത് ഉടനെ തന്നെ ഉക്കാശത്തു ബിനു മിഹ്സൻ എന്ന് പറയുന്ന സ്വഹാബി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, എന്നെന്ത് ചെയ്യണം, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം റസൂലേ എന്ന് ഉടനെ എഴുന്നേറ്റിട്ട് ഒരു സ്വഹാബി പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവരാണ്, നീ അവരിൽപ്പെട്ടവരാണ്, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്ന് നബി മറുപടി കൊടുത്തു. ആ സമയത്ത് രണ്ടാമത്തെ ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, എന്നെയും എന്ത് ചെയ്യണം റസൂലേ, അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് റസൂൽ മറുപടി കൊടുത്തു, സബഖക ബിഹാ ഉക്കാശ,
അതാര് കൊണ്ടുപോയിട്ടുണ്ട്? ഉക്കാശ ആ ചാൻസ് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നബിയുടെ മറുപടി വളരെ ബുദ്ധിപരമായ മറുപടിയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിനക്ക് ചാൻസ് ഒന്നുമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ നബി എന്ത് ചെയ്തിട്ടില്ല? ആ ആളെ വിഷമിപ്പിക്കണ്ട, ആ ആളെ വേദനിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ മറുപടി വേറൊരു ശൈലിയിൽ കൊടുത്തത്. ഉക്കാശ നിന്നെ മറികടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യൂല? ആ കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിനൊരു വേദന ഉണ്ടാകൂല. അത് നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ തമാശ രൂപേണ പറയുന്ന പല കാര്യങ്ങളും ഒരാളുടെ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സംസാരിക്കുന്നിടത്ത് ഒരാൾ പോലും നമ്മുടെ സംസാരം മൂലം വേദനിച്ചിട്ടില്ല എന്ന ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരത്തിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളും ഇഷ്ടപ്പെട്ടത് എന്ന്. ഇന്ന് തമാശ എന്ന പേരിൽ നടക്കുന്നത് പലപ്പോഴും ഒരാളുടെ പ്രതാപത്തെ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം. അത്തരം സംസാരങ്ങൾ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, ഹദീസുകൾ വിലക്കിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരാളുടെ സ്ഥാനമാനം തകർക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഒരാളുടെ പ്രതാപത്തിന് വലിയ സ്ഥാനമാണ് ഇസ്ലാം കൊടുക്കുന്നത്. കഅബയെ പൊളിക്കുന്നതിന് തുല്യമാണ് ഒരാളെ മോശമാക്കി സംസാരിക്കുക, ഒരാളെ ചെറുതാക്കി സംസാരിക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നമ്മുടെ തമാശകൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അതിരുകടക്കുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതോടുകൂടി 3 ബാബുകൾ, കിതാബ് തൗഹീദിലെ 3 അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. ആദ്യത്തെ അധ്യായത്തിൽ എന്താണ് തൗഹീദ്, തൗഹീദ് സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത, തൗഹീദിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എവിടെയാണ് ശിർക്ക് കടന്നു വരുന്നത്, എന്താണ് ശിർക്ക്. രണ്ടാമത്തെ അധ്യായത്തിൽ തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറഞ്ഞത്. തൗഹീദ് സ്വീകരിച്ചാൽ എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടെന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്തേത്, ആ ശ്രേഷ്ഠതയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹിസാബില്ലാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതാർക്കാണെന്ന് പറഞ്ഞു. 4 വിശേഷണങ്ങൾ ഉൾക്കൊള്ളണം. 1, റുഖ്യ ആവശ്യപ്പെടാൻ പാടില്ല. 2, തീ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. 3, ശകുനം നോക്കാൻ പാടില്ല. 4, അള്ളാഹുവിൽ പൂർണ്ണമായ തവക്കുൽ, ബരമേൽപ്പിക്കൽ ഉണ്ടാകണം. ഇനി അടുത്ത അധ്യായം എന്നുള്ളത് അൽ ഖൗഫു മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്ന് ഭയപ്പാടുണ്ടാകണം, ഷിർക്കിനെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ആ പേടി നമ്മെ എന്ത് ചെയ്യും? തൗഹീദിൽ നിലകൊള്ളാൻ, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും എന്നതിനെ വിശദീകരിക്കുന്ന അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.